നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് പെർഫോമൻസ് ആണ്. എക്സൈഡ് ഇന്ത്യയുടെ പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് 21 മാർച്ചിൽ കിട്ടിയൊരു ട്രേഡാണ്, ബൈ ട്രേഡാണ്. അതിപ്പോഴും നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ട്രെൻഡ് തന്നെ കീപ്പ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്ന് സിഗ്നൽ നോക്കുകയാണെങ്കിൽ 305.20 ബൈ വന്നിരിക്കുന്നത്. നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഒരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അപ്പോൾ ഇത് നമ്മൾ കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണാൻ, എൻ്റെ പെർഫോമൻസ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാം. ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ കാണാം. സെയിം ഈ നമ്പർ, കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. കോൺടാക്ട് ചെയ്യണമെങ്കിൽ ലൈവിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ ഇത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ പറഞ്ഞ പോലെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ. അതായത് ടെക്നിക്കൽ സോഫ്റ്റ്വെയർ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെന്നുകൂടി ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ബൈ സിഗ്നൽ വന്നു, ആരോ വന്നതിന് ശേഷം ഗ്രീൻ അപ്പ് ആരോ ആണ് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. ആരോ വന്നതിന് ശേഷം താഴത്തോട്ട് നോക്കൂ, ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്തിലായിരിക്കണം, ബൈ സോളിലോട്ട് വരണം. അതുപോലെ സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്ത് ഓരോ ബാർസിനെ കാണാൻ പറ്റില്ല. നമ്മൾ ഓരോ ക്യാൻഡിൽസ് ഓരോ ബാർസിനെ ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ താഴത്ത് ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അത് ഗ്രീൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു കേസിലാണ് നമുക്ക് ഗ്രീൻ അല്ലായിരുന്നു, നോ പ്രോബ്ലം. നമുക്ക് കൺഫർമേഷൻ വന്നത് എവിടെയാണ്, ഈ ലെവലിലാണ് നമുക്ക് കൺഫർമേഷൻ വന്നത്. കാരണം കൺഫർമേഷൻ കിട്ടാൻ സൈഡ് വേ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ വന്നു. ആ ലെവലെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 305.20 നിന്ന് 306.50 വരെ പോയിട്ടുണ്ട് ഒറ്റ ക്യാൻഡിൽ. നമുക്ക് ആ ടൈമിൽ ആക്ച്വൽ എൻട്രി കിട്ടിയതും ആ പ്രൈസിൽ തന്നെയാണ് അറൗണ്ട്. കാരണം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ സൈഡ് വേ ആയിരുന്നു, അവിടെ മാർക്കറ്റ് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രൈസ് അത്ര വേരിയേഷൻ വരാൻ. അപ്പം നമുക്ക് ആ ഒരു എൻട്രി 305.20 നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ 1-2 ദിവസം ആ ഒരു ബൈ ട്രെൻഡ് തന്നെയാണെങ്കിൽ അതേ മൂവ്മെന്റ് ഇല്ല. പിന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഒരു 8 ഏപ്രിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഒരു കയറ്റം കയറി, പിന്നെ ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ കണ്ടോ, പിന്നെ നല്ല രീതിയിലൊരു കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് അപ് ട്രെൻഡ് തന്നെ കീപ്പ് ചെയ്യാനാണ് ചാൻസ്. അപ്പം നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽസ് ഒക്കെ കാണിച്ചു തരുമ്പോൾ തന്നെ അതിൻ്റെ ടാർഗറ്റും ഒക്കെ കാണിച്ചു തരിക. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം സോഫ്റ്റ് കാണിച്ചു തരും. ഇപ്പോൾ ടാർഗറ്റും കഴിഞ്ഞ് മാർക്കറ്റ് കയറിപ്പോയി. നമുക്ക് രണ്ടാമത് എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻ റീ എൻട്രി ഓപ്ഷൻ ഇവിടെ കാണിച്ചു തരും കേട്ടോ, റീ എൻട്രി സജഷനിൽ. അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വെച്ച് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു മോർ ദാൻ 95% ആക്യുറസി ഉള്ളൊരു സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി. കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.